പൊൻകുന്നത്ത് താമസിച്ചിരുന്ന പന്തിരുവേലിലെ ജോയി മോളി ദമ്പതികളുടെ ജീവിതത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായാണ് വലിയൊരു ദുരന്തം കടന്നുവന്നത്. സ്കൂളിൽ നിന്ന് അപ്പന്റെ കൈയും പിടിച്ച് നടന്നുവന്ന 6 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ മൂത്ത മകന് അമ്മയെ കണ്ട് റോഡ് ക്രോസ് ചെയ്ത സമയത്ത് ഒരു ജീപ്പ് വന്നിടിച്ച് ദാരുണമായി മരണമടയുകയായിരുന്നു. ഇതേ തുടർന്ന് ഇവര് രണ്ടാമത്തെ മകന് ടൈറ്റസിനൊപ്പം പൊൻകുന്നത്ത് നിന്ന് പൈകയിലേക്ക് മാറിത്താമസിച്ചു. അതുവരെ 2 മക്കള് മാത്രം മതിയെന്ന് തീരുമാനിച്ചിരുന്ന ജോയിയുടെ കുടുംബത്തിലേക്ക് ദൈവം സമ്മാനമായി 4 മക്കളെ കൂടെ നൽകി. ആ 4 മക്കളും ഇന്ന് കർത്താവിന്റെ അൾത്താരയിലെ പുരോഹിതരായി മാറി എന്നത് അതിശയകരമായ ദൈവനിയോഗം. 4 സഹോദരങ്ങള് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതിന്റെ ആനന്ദനിവൃത്തിയിലാണ് ഇന്ന് പാലാ പൈകയിലുള്ള പന്തിരുവേലിലെ ജോയിയുടെ കുടുംബം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 28-ന് ബീഹാറിലെ ജാമുയിലുള്ള സെന്റ് ജോസഫ്സ് ദൈവാലയത്തിൽ വെച്ചായിരുന്നു ജോയിയുടെ ഏറ്റവും ഇളയ മകനായ ഡീക്കന് വിമല് പന്തിരുവേലില് ബഗൽപൂര രൂപതയ്ക്ക് വേണ്ടി പൗരോഹിത്യം സ്വീകരിച്ചത്. പാലാ രൂപതയില് ശുശ്രൂഷ ചെയ്യുന്ന മാർട്ടിന് പന്തിരുവേലിലച്ചൻ, നിർമ്മൽ പന്തിരുവേലിലച്ചൻ എന്നിവരും ബഗൽപൂര രൂപതയില് ശുശ്രൂഷ ചെയ്യുന്ന അൽഫോൻസ് പന്തിരുവേലിൽ അച്ഛനുമാണ് കുടുംബത്തിലെ മറ്റു വൈദികര്. വിവാഹിതനായ ഇവരുടെ മൂത്ത ജ്യേഷ്ഠന് ടൈറ്റസ് കുടുംബസമേതം യുകെയിലാണ് താമസിക്കുന്നത്. 2009 ഡിസംബർ 28-ന് മാർട്ടിനാണ് കുടുംബത്തിൽ നിന്ന് ആദ്യമായി തിരുപ്പട്ടം സ്വീകരിച്ചത്. നിലവിലെ പാലാ രൂപതയിലെ വരിയാനിക്കാട് ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുകയാണ് മാർട്ടിനച്ചൻ. 10 വർഷങ്ങൾക്ക് ശേഷം 2019 ഒക്ടോബർ 28-ാം തീയതി ടിയോ എന്ന് വിളിക്കുന്ന അൽഫോൻസ് ബഗൽപൂര രൂപതയ്ക്കുവേണ്ടി പൗരോഹിത്യം സ്വീകരിച്ചു. അൽഫോൻസ് അച്ഛൻ ഇപ്പോൾ ജാർഖണ്ഡിലെ സുസ്നി എന്ന ഇടവകയുടെ വികാരിയായി സേവനം ചെയ്യുന്നു. 2021 ജനുവരി 5-നാണ് കുടുംബത്തിന് അനുഗ്രഹമായി വീണ്ടും തിരുപ്പട്ട സ്വീകരണം നടന്നത്. പാലാ രൂപതയ്ക്കുവേണ്ടി നിർമ്മല അന്ന് അഭിഷിക്തനായി. മുത്തോലപുരം, ഭരണങ്ങാനം തുടങ്ങിയ ഇടവകകളിലെ ശുശ്രൂഷ ചെയ്ത ശേഷം ഇപ്പോൾ വടവാതൂര് സെമിനാരിയില് ദൈവശാസ്ത്രത്തിലെ ലൈസൻഷ്യേറ്റ് പഠനം നടത്തുകയാണ് നിർമ്മല പന്തിരുവേലിലച്ചൻ. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയ്ക്കൊപ്പം മാതൃ ഇടവകയായ പൈക ഇടവകയില് സേവനം ചെയ്തിരുന്ന അച്ഛന്മാരുടെ മാതൃകയും പ്രോത്സാഹനവുമാണ് അപൂർവമായ ഈ അനുഗ്രഹത്തിന്റെ പിന്നിലെന്ന് നിർമ്മലച്ചൻ പറയുന്നു. എല്ലാ ദിവസവും ദിവ്യബലിയില് സംബന്ധിച്ച് വീട്ടിലെ പ്രാർത്ഥനാ അന്തരീക്ഷത്തില് വളർന്നുവന്ന മക്കളില് 4 പേര് കർത്തൃശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ പൂർണ്ണ സന്തോഷത്തോടെയാണ് ഇവരുടെ മാതാപിതാക്കള് അത് സ്വീകരിച്ചത്. അൾത്താര ശുശ്രൂഷ ചെയ്തിരുന്ന തങ്ങളോടെല്ലാവരോടും അവിടെ വന്നിരുന്ന വികാരി അച്ഛന്മാരെ പ്രത്യേക പരിഗണന കാണിച്ചിരുന്നതായി നിർമ്മലച്ചൻ ഓർക്കുന്നു. കൂടാതെ ആദ്യമായി സെമിനാരിയില് ചേർന്ന മാർട്ടിൻ അച്ഛന്റെ മാതൃകയും പ്രോത്സാഹനവും താഴെയുള്ളവരെ ഏറെ സ്വാധീനിച്ചു. മിഷനോട് താൽപര്യമുണ്ടായിരുന്ന അൽഫോൻസ് അച്ഛനും വിമലച്ചനും ആ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഫിയാത്ത് മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അൽഫോൻസ് അച്ഛൻ തൊടുപുഴയിലുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയാണ് ബഗൽപൂര രൂപതയെക്കുറിച്ചും അവിടുത്തെ ശുശ്രൂഷകളെക്കുറിച്ചും അറിയുന്നത്. മനസ്സിലെ നിയോഗം വെച്ചതുപോലെ തന്നെ ഒരു ധ്യാനത്തില് വെച്ച് പേര് വിളിച്ചുപറഞ്ഞ് മാതാവിന്റെ മധ്യസ്ഥം തേടി തിരഞ്ഞെടുത്ത ജീവിതാന്തസ്സില് മുന്നോട്ടു പോകാൻ ലഭിച്ച സന്ദേശം ദൈവവിളിയെ ശക്തിപ്പെടുത്തിയ അനുഭവമാണ് അൽഫോൻസ് അച്ഛന് പറയാനുള്ളത്. പാലാ ഇലഞ്ഞി സ്വദേശിയായ ബിഷപ്പ് വലിയ കണ്ടത്തിലിന്റെ ജീവിത മാതൃകയാണ് മിഷനിലുള്ള തങ്ങൾക്കെല്ലാം പ്രചോദനമെന്ന് അൽഫോൻസ് അച്ഛൻ കൂട്ടിച്ചേർക്കുന്നു. കറന്റോ വെള്ളമോ ടോയ്ലറ്റ് സൗകര്യമോ ഇല്ലാത്ത പ്രദേശത്ത് ചെന്ന് ടെന്റ് കെട്ടി ഒരു പായ മാത്രം വിരിച്ച് കിടന്നുറങ്ങി ശുശ്രൂഷകൾ നടത്തുന്ന പിതാവ് വാക്കുകൊണ്ടല്ല ജീവിതം കൊണ്ടാണ് ഇവർക്ക് മാതൃകയാകുന്നത്. പ്രകൃതിയെ ആരാധിക്കുന്ന ഗോത്രവിഭാഗത്തിലുള്ളവര് ഹൈന്ദവ വിശ്വാസം പിന്തുടരുന്നവരല്ലെന്നും അവരില് പലരും വലിയ താൽപര്യത്തോടെയാണ് നമ്മുടെ ശുശ്രൂഷകളില് പങ്കെടുക്കുന്നതെന്നും അൽഫോൻസ് അച്ഛൻ പറഞ്ഞു. ഈശോ ദാനമായി നൽകിയ മക്കള് പ്രാർത്ഥനയോടെ എടുത്ത തീരുമാനത്തിന് ആമേന് പറഞ്ഞുകൊണ്ട് ജൂൺ മാസത്തില് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട അമ്മയുടെ അഭാവം ഈ സന്തോഷത്തിന്റെ നിമിഷത്തിലും ഇവരുടെ ഉള്ളിലെ വിങ്ങലാണ്. എങ്കിലും സ്വർഗീയ പിതാവിന്റെ മടിയിലിരുന്ന് തങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിന് വേണ്ട കൃപക് അമ്മ വാങ്ങിത്തരുമെന്ന ബോധ്യത്തോടെ തങ്ങളുടെ കർമ്മവീഥികളില് സജീവമാവുകയാണ് ഈ വൈദിക 4 സംഘം.